ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ ഐബ്രോ ഗ്രൂമിങ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ബിഗിനേഴ്സിന് ഒരു ഈസി മെത്തേഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നാച്ചുറൽ ഐബ്രോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് ഐബ്രോ വെച്ചൊന്ന് ഫില്ല് ചെയ്യാം. ഐബ്രോ നമ്മൾ ലൈറ്റ് ആയിട്ട് വേണം ഫില്ല് ചെയ്യാൻ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഷേപ്പ് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇത്രയും ലൈറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക, ബാലൻസ് ഡാർക്ക് ആയിട്ട് ഫില്ല് ചെയ്യുക. വളരെ ലൈറ്റ് ആയിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒരു ലൈൻ കൊടുത്താൽ മതി, ഉള്ളിൽ ഫില്ല് ചെയ്യണമെന്നില്ല. ബാലൻസ് അത്യാവശ്യം ഡാർക്ക് ആയാലും കുഴപ്പമില്ല. അതുപോലെ മുകളിലും നമ്മൾ നോർമൽ എങ്ങനെയാണ് ഐബ്രോ എഴുതുന്നത് അതുപോലെ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലുള്ള ഫേസ് റേസറോ അല്ലെങ്കിൽ നമുക്ക് ബ്ലേഡോ യൂസ് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇതേ സജസ്റ്റ് ചെയ്യുള്ളൂ, ഫേസ് റേസർ. അല്ല, ബ്ലേഡ് വെച്ച് മുന്നേ എടുത്ത് പരിചയമുള്ളവർ മാത്രം ബ്ലേഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലേഡാണ് യൂസ് ചെയ്ത് കാണിക്കുന്നത്. ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ ഞാനിത് ഇങ്ങനെ രണ്ടായിട്ട് ഓടിക്കും. ഇതാകുമ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ത്രെഡ് ചെയ്യല്ല, നമ്മൾ ബ്ലേഡ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെയർ ഡയറക്ഷൻ നമുക്കിപ്പോൾ എക്സ്ട്രാ ഉള്ളത് മാത്രം എടുത്താൽ മതി. നമ്മുടെ ഹെയർ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് അല്ല, ഹെയർ ഡയറക്ഷനിലോട്ട് തന്നെ റിമൂവ് ചെയ്യാം. എക്സ്ട്രാസ് മാത്രം എടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഷേപ്പ് മാറ്റാനായിട്ട് ട്രൈ ചെയ്യരുത്. അത് നമുക്ക് ഇവിടുന്ന് എക്സ്ട്രാ ഉള്ളത് മാത്രം റിമൂവ് ചെയ്യാം. ബ്ലേഡ് ആയതുകൊണ്ട് ബ്ലേഡ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ സൂക്ഷിച്ച് മാത്രം റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ബിഗിനേഴ്സ് എപ്പോഴും റേസർ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരിക്കലും നമ്മുടെ ഷേപ്പ് മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രസ് ചെയ്ത് വരയ്ക്കരുത്. ലൈറ്റായിട്ട്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വേണം നമ്മൾ ഐബ്രോയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ബ്ലേഡ് ടച്ച് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മുകളിലും നമുക്ക് എക്സ്ട്രാ ഉള്ളത് മാത്രം, മുകളിൽ ചെയ്യുമ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ താഴേക്ക് എക്സ്ട്രാ ഉള്ളത് മാത്രം എടുക്കുകയുള്ളൂ. കണ്ടോ? ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പൊ ഇതിന്റെ ഡിഫറൻറ്റ് കണ്ടോ? അപ്പൊ നമ്മൾ എപ്പോഴും ഐബ്രോ ഒന്ന് ലൈറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് എക്സ്ട്രാസ് മാത്രം എടുക്കുക. പിന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് റേസർ വെച്ച് റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ എക്സ്ട്രാ ഉള്ളത് മാത്രം റിമൂവ് ചെയ്യുക. ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള നമ്മൾ ഫേസ് റേസേഴ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്യുക, അല്ല ഐസ് ക്യൂബ് കൊണ്ടിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.